ഹായ്, ഇന്ന് നമ്മളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പഴുത്ത മാങ്ങയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ നാട്ടുമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നാട്ടുമാങ്ങ നന്നായി പഴുത്തിട്ടുള്ളതാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ടതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ അധികം വേവിക്കാനൊന്നും ഉണ്ടാവില്ല. 2-3 തിള തിളയ്ക്കുമ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അത് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇതിന് 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ഒഴിച്ചിട്ടാണിത് അരച്ചെടുക്കുന്നത്. തൈര് ഞാനിവിടെ 2 കൈയിലോളം ഒഴിച്ചിട്ടുണ്ട്, 2.5 കൈയിലോളം ഒഴിച്ചിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, എന്നാലും കുറച്ചും കൂടെ മധുരം ആവശ്യമുള്ളതിനാൽ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് നന്നായി തിളച്ച് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരച്ചിട്ടുള്ള തേങ്ങയും തൈരും കൂടെയുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും പണിയുള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഓവറായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ തിള തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇറക്കി വെക്കാം. അരിച്ചെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അതും കൂടെ ചുറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിളയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതും കൂടെ ചെയ്താൽ ഈ കറി കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഒരു തിളയ്ക്കുമ്പം തന്നെ ഞാൻ സ്റ്റൗ തീ കുറച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചട്ടി വെച്ച് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടി വന്നതിന് ശേഷം നമുക്കിതാ വറ്റൽമുളകാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.